നമസ്തേ. ശ്രീ വിശ്വനാഥൻ ഗുരുകുലം മായങ്കാവ് ദേവസ്ഥാന കളരി അദ്ദേഹം രചിച്ച ശ്രീമദ് വിഷ്ണുമായ പുണ്യപുരാണം എന്ന ഗ്രന്ഥത്തിലെ അധ്യായം 3 ജലന്ധരപ്പിറവി 36 ദിനത്തിൽ കേൾക്കുക. പറയൂ മഹർഷി, ജലന്ധര രാക്ഷസിന്റെ പിറവി എങ്ങനെയായിരുന്നു? മഹേശ്വരനിൽ നിന്നും തീക്ഷണമായ അഗ്നി പ്രവാഹിക്കാനുള്ള കാരണം എന്തായിരുന്നു? പറയൂ മഹർഷി, അതിനുള്ള കാരണം എന്താണ്? എന്നാൽ കേട്ടുകൊള്ള ജഗത്നിധേ, സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവായ അങ്ങ് പോലും യുദ്ധസന്ധി ചെയ്ത ജലന്ധരൻ എന്ന ഉഗ്രരാക്ഷസിന്റെ കഥ. ദേവേന്ദ്ര പദവി നഷ്ടപ്പെടാതിരിക്കാൻ ഇന്ദ്രൻ ചെയ്തു കൂട്ടുന്ന ദുഷ്പ്രവൃത്തികൾ കണ്ടുമടുത്ത മഹാദേവൻ തന്റെ തൃക്കണിൽ നിന്നും അഗ്നിയെ ഒരു ഗോളമായി ദേവേന്ദ്രനെ വധിക്കുവാനായി പറഞ്ഞയക്കുകയും ദേവേന്ദ്രൻ പ്രാണരക്ഷാർത്ഥം മഹാവിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും പാർവതി ദേവിയെയും സമീപിക്കുകയും തന്നെ വധിക്കരുതെന്ന് മഹാദേവനോട് അഭ്യർത്ഥിക്കുവാൻ അപേക്ഷിക്കുകയും ചെയ്തു. അവരെല്ലാം ഇത് മഹാദേവനു മാത്രം കഴിയുന്ന കാര്യമാണെന്നും അതിനാൽ നീ മഹാദേവനെ തന്നെ ശരണം പ്രാപിക്കണമെന്നും പറഞ്ഞു. ഇത് കേട്ട ദേവേന്ദ്രൻ മഹാദേവനെ ശരണം പ്രാപിക്കുകയും ദേവരാജഗുരുവായ ബൃഹസ്പതിയുടെയെല്ലാം അപേക്ഷ പ്രകാരം ഭഗവാൻ തൊടുത്തുവിട്ട അഗ്നിയെ തിരിച്ചെടുക്കുകയും ആ അഗ്നി തന്നിലേക്ക് ലയിപ്പിക്കാനാവാത്ത മഹാദേവൻ അഗ്നിഗോളത്തെ ലവണനദിയിൽ നിക്ഷേപിച്ചു. 24 മാസത്തോളം ലവണനദി ഗർഭത്തിൽ കിടന്ന് അഗ്നിഗോളം ഒരു ശിശുവിന്റെ പൂർണ്ണരൂപം കൈക്കൊണ്ടു. ലവണനദി ഗർഭത്തിൽ നിന്നും പുറത്തുവന്ന ശിശു സിന്ധു ഗംഗാ സംഗമത്തിലാണ് പൊന്തി വന്നത്. ഭഗവാൻ ശിവന്റെ തേജസ്സായ ശിശു ജലസമുദ്രത്തിൽ പൊന്തിക്കിടന്നു. കൈകാലുകൾ ഉയർത്തിപ്പിടിച്ച് രോദനം ചെയ്തു. ആ രോദനത്തിന്റെ ശക്തിയിൽ ത്രിലോകങ്ങളും നടുങ്ങി വിറച്ചു. അതിൽ നിന്നും ഭൂകമ്പമുണ്ടായി. സമുദ്രം പ്രകമ്പനം കൊണ്ട് ആർത്തിരമ്പി. ശബ്ദം കേട്ടവരെല്ലാം ഭയചകിതരായി. ഭയകമ്പിതരായ ദേവന്മാരെല്ലാം സ്വർഗലോകത്തിൽ നിന്നും ബ്രഹ്മലോകത്തേക്ക് പലായനം ചെയ്തു. അവിടെ ചെന്ന ദേവന്മാർ ബ്രഹ്മദേവനോട് ആരാഞ്ഞു, പ്രപഞ്ചമൊട്ടാകെ പ്രകമ്പനം കൊള്ളിക്കുന്നത് എന്താണ്? എവിടെ നിന്നുമാണ്? ഇതാരുടെ ശബ്ദമാണ്? ഭയചകിതരായ ദേവന്മാർ പിതാതാവിനോട് അപേക്ഷിച്ചു, ഭഗവാനെ, പിതാവേ, അങ്ങ് ഉടൻ എന്തെങ്കിലും ചെയ്യണം. ഞങ്ങൾ ഈ ദുർവിധിയിൽ നിന്നും രക്ഷിക്കണം. ഭയചകിതരായ ദേവന്മാരുടെ അവസ്ഥ കണ്ട് ദയ തോന്നിയ ത്രിലോകജ്ഞൻ ദേവന്മാരുടെ രക്ഷയ്ക്കായി ശബ്ദം കേട്ട ദിക്കിലേക്ക് ലക്ഷ്യം കണ്ട് സഞ്ചരിച്ചു. സമുദ്രത്തിന്റെ മേൽത്തട്ടിൽ നിന്നുമാണ് ശബ്ദം ഉയർന്നതെന്ന് വിരിഞ്ചനു മനസ്സിലായി. ഇതൊരു ശിശുവിന്റെ ശബ്ദമാണല്ലോ കേൾക്കുന്നത്. സിന്ധു ഗംഗാ സംഗമത്തിൽ ചെന്നെത്തിയ ബ്രഹ്മദേവൻ സാഗരത്തിന്റെ മടിത്തട്ടിൽ ശയിക്കുന്ന കുഞ്ഞിനെ കണ്ടു. ഈ ശിശുവിന്റെ രോദനമാണോ ഇത്രയും ശക്തമായി കേട്ടിരിക്കുന്നത്? ബ്രഹ്മദേവൻ കണ്ട സാഗരം അദ്ദേഹത്തെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു, കുട്ടിയുടെ രോദനം വളരെ അസഹ്യമായിരിക്കുന്നു. ഇത് എന്താണ് ചെയ്യുക ബ്രഹ്മദേവ? അപ്പോൾ വിധാതാവ് സാഗരത്തിനോട് ചോദിച്ചു, നിന്റെ മടിത്തട്ടിൽ എങ്ങനെയാണ് ഈ ശിശു വന്നെത്തിയത്? ഇത് ശ്രവിച്ച സാഗരം അത്ഭുതപ്പെട്ടു. സൃഷ്ടികർത്താവായ വിധാതാവ് തന്നോട് ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നു. സാഗരം പറഞ്ഞു, ഈ പ്രപഞ്ചത്തിൽ ഓരോ ജീവജാലങ്ങളുടെയും സൃഷ്ടി നടത്തുന്ന അവിടത്തേക്ക് അറിയില്ലേ ഈ ശിശു ആരുടേതെന്നും എവിടെ നിന്ന് വന്നുവെന്നും? എനിക്ക് ലഭിച്ചത് സിന്ധു ഗംഗ സംഗമ സ്ഥാനത്ത് വെച്ചാണ്. കൂടുതലൊന്നും എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ മടിത്തട്ടിൽ പിറന്നു വീണ ഇവനെ സംരക്ഷിക്കേണ്ട ചുമതല ഇപ്പോൾ എനിക്കാണ്. ദയവായി ഇവനെക്കുറിച്ച് പറഞ്ഞു തന്നാലും എന്നു പറഞ്ഞ സാഗരം കുട്ടിയെ ബ്രഹ്മദേവന്റെ മടിത്തട്ടിൽ കൊടുത്തു. വിധാതാവിന്റെ മടിത്തട്ടിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി ബ്രഹ്മദേവന്റെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് കളിക്കാൻ തുടങ്ങി. ബ്രഹ്മദേവന്റെ കഴുത്ത് അല്പാൽപമായി മുറുകി വന്നു. കുട്ടികളുടെ കൈകൾ കഴുത്തിൽ നിന്നും മാറ്റാൻ അദ്ദേഹം വളരെ പണിപ്പെട്ടു. ഇത് കണ്ട് സാഗരം അത്ഭുതപ്പെട്ടു. അതിശയവും അതോടൊപ്പം വളരെ ദുഃഖവും ഉണ്ടായി.
സാക്ഷാൽ സൃഷ്ടികർത്താവിന് പോലും കഴുത്ത് ഞെരുക്കത്തക്ക ബലശാലിയായ ഈ കുഞ്ഞ് ഈ പ്രായത്തിൽ ഇത്രയും കരുത്തിനെങ്കിൽ ഇവൻ വളർന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവൻ്റെ ബലം? തുടർന്ന് നാളെ കേൾക്കുക. നന്ദി, നമസ്കാരം.